നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രതിഭ മേനോൻ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ, ഇഷ്ടമായാൽ. ഇന്ന് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു ജണ്ടവരിശകൾ പറഞ്ഞു തന്നിരുന്നു, ഒന്നാമത്തെ അല്ലേ. എല്ലാവരും അത് കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ജണ്ടവരിശകളിലെ രണ്ടാമത്തെയാണ് ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. കാരണം യൂട്യൂബിൽ ഇഷ്ടംപോലെ ടീച്ചർമാരും മാഷുമാരും ഒക്കെ ആയിട്ട് ക്ലാസ് എടുക്കുന്ന കാര്യം എനിക്കറിയാം. എല്ലാവരുടെയും നിങ്ങൾ കാണാറുണ്ടായിരിക്കും. പഠിക്കുന്നവർക്കും പഠിക്കാത്തവർക്കും കൂടുതൽ പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു തരുന്നതെന്ന് എൻ്റെ വിശ്വാസം. അപ്പം അത് നിങ്ങൾ എന്തെങ്കിലും സജഷൻസ് കമൻ്റ് ഉണ്ടെങ്കിൽ അറിയിക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എല്ലാവരും ഇടുക. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് ജണ്ടവരിശകൾ രണ്ടാമത്തെ. सा सा री रे ग ग मा मा रे रे ग ग मा मा पा पा ग ग मा मा पा पा द द मा मा पा पा द द नी नी पा पा द द नी नी सा सा. ഇതുവരെ നമ്മൾ ആരോഹണമാണ്. ഇനി അവരോഹണം. ഇനി മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ പോകുന്നു. ഇതുവരെ നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് പോയി. അതിന് ആരോഹണം അവസാനി. അടുത്തത് അവരോഹണം എന്ന് പറയുന്നത് താഴെ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. സാ സാ നീ നീ ദ ദ പ പ നീ നീ ദ ദ പ പ മ മ ദ ദ പ പ മ മ ഗ ഗ പ പ മ മ ഗ ഗ രേ രേ മാ മാ ഗ ഗ രേ രേ സാ സാ. അപ്പം നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ തന്നെ നമ്മൾ തിരിച്ചെത്തി അല്ലേ. നമ്മൾ താഴെ നിന്ന് തന്നെയാണ് എപ്പോഴും തുടങ്ങുന്നത്. സാ സാ രേ രേ ഗ ഗ മാ മാ. പിന്നെ നമ്മൾ അടുത്തത് തുടങ്ങുന്നത് സ സ കഴിഞ്ഞിട്ട് നമ്മൾ രീതി പാടി. ആ രീതിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. രേ രേ ഗ ഗ മാ മാ പാ പാ അല്ലേ. അത് കഴിഞ്ഞാൽ നമ്മൾ മൂന്നാമത്തെ സ്വരം ഗായാണ്. അപ്പൊ ഗായെന്ന് തുടങ്ങും. ഗ ഗ മാ മാ പ പ ദ ദ. ഗ കഴിഞ്ഞാൽ നമുക്ക് മായാണ്. വീണ്ടും മായെന്ന് തുടങ്ങും. മാ മാ പ പ ദ ദ നീ നീ. മാ കഴിഞ്ഞാലോ പായാണ് അല്ലേ. പ പ ദ ദ നീ നീ സാ സാ. ഇത് നമ്മളവിടെ നിർത്തി. ആരോഹണമാണ്. ആരോഹണം അവിടം വരെ പാടിയിട്ട് ഇനി അവരോഹണത്തിലേക്ക് വരുമ്പോൾ വീണ്ടും നമ്മൾ സസ എന്നാണ് തുടങ്ങുന്നത്. അതായത് എവിടെ നിന്നോ നമ്മൾ മേൽസ്ഥായിലേക്ക് എത്തി അവിടെ നിന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. വീണ്ടും സാ സാ നീ നീ ദ ദ പ പ. ഇനി രണ്ടാമത്തെ സ്വരമായി നീ നീ ദ ദ പ പ മ മ. മൂന്നാമത്തെ ദ ദ ദ പ പ മ മ ഗ ഗ. പിന്നെ പ പ മ മ ഗ ഗ രീ രീ മ മ ഗ ഗ രീ രീ സ സ. ഇത് തന്നെ നമ്മൾക്ക് സ്പീഡിൽ പാടി പഠിക്കാം. 4 കാലത്തിൽ പാടാമെന്ന് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ സ രേ രേ ഗ ഗ മ മ രേ രേ ഗ ഗ മ മ പ പ ഗ ഗ മ മ പ പ ദ ദ മ മ പ പ ദ ദ നീ നീ പ പ ദ ദ നീ നീ സാ 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 നീ നീ ദ ദ പ പ നീ നീ ദ ദ പ പ മ മ ദ ദ പ പ മ മ ഗ ഗ പ പ മ മ ഗ ഗ രീ രീ മ മ ഗ ഗ രീ രീ സാ സാ. കണ്ട, കുറച്ചുകൂടി സ്പീഡിൽ പാടിയപ്പോൾ കുറച്ചുകൂടി നമുക്ക് വോയിസ് ഒക്കെ ഒരു പ്രത്യേക ഒരു നമുക്ക് ഫീല് നമുക്ക് ഉണ്ടാവും. എന്തായാലും വോയിസിന് കുറച്ചുകൂടി സ്പീഡ് പാടിയ സ സ രി രി ഗ ഗ മ മ രി രി ഗ ഗ മ മ പ പ ഗ ഗ മ മ പ പ ദ ദ മ മ പ പ ദ ദ നീ നീ പ പ ദ ദ നീ നീ സ സ
സസ നീനി ദദ പപ നീനി ദദ പപ മമ ദദ പപ മമ ഗഗ പപ മമ ഗഗരിരി മമ ഗഗരിരി സസ. ഇങ്ങനെയാണ് 3 കാലത്തിൽ പാടി പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ആദ്യത്തെ കാലം എല്ലാവരും 1-ാം കാലം വളരെ തറമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ അടുത്ത കാലത്തിലേക്ക് അടുത്ത സ്പീഡിലേക്ക് പോകാൻ പറ്റൂ. അങ്ങനെ അടുത്ത സ്പീഡിൽ പാടി വീണ്ടും അടുത്ത സ്പീഡിലേക്ക് പോവുക. അങ്ങനെയാണ് നമ്മൾ പഠിക്കുക. പഠിച്ച് കൂടുതൽ നമ്മുടെ തൊണ്ടയ്ക്കൊക്കെ നല്ല വൈബ്രേഷൻ കിട്ടും, സംഗതികളൊക്കെ പാടാൻ എളുപ്പമാകും. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇത് ആദ്യം ഞാൻ സ്വരാവലികൾ പാടിത്തന്നിരുന്നു. ആ സ്വരാവലികൾ പഠിച്ചതിന് ശേഷം നമ്മൾ മധ്യസ്ഥായിയിലേക്ക് പോകും. മധ്യസ്ഥായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മധ്യസ്ഥായി ഈ ജണ്ടവരിശകൾ ഇതൊക്കെയാണ് നമുക്ക് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത്. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ലത്. നമ്മുടെ തൊണ്ടയ്ക്കും എല്ലാം സാധകം ചെയ്യാനൊക്കെ ഏറ്റവും നല്ലത് നമുക്കിതാണ്. അപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കും പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇനി പഠിക്കാൻ പോകുന്നവർക്കും എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു ക്ലാസ് ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.